മഴക്കാലം ശക്തി പ്രാപിച്ചതോടെ ആശങ്കയിലാണ് ഇടുക്കി. ഏലപ്പാറയ്ക്ക് സമീപമുള്ള ബോണാമി എസ്റ്റേറ്റിലെ തൊഴിലാളി. തകർന്നു വീഴാറായ ലയങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ കുടുംബങ്ങൾ അന്തിയുറങ്ങുന്നത്. തോട്ടം അടച്ചുപൂട്ടിയതോടെ മാനേജ്മെന്റും സർക്കാരും ഈ പാവപ്പെട്ട തൊഴിലാളികളെ കൈയൊഴിഞ്ഞു. മഴ കനത്താൽ ബോണാമി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ മനസ്സിൽ പിന്നെ ആദിയാണ്. കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് ഉറക്കമളച്ചവർ നേരം വെളുപ്പിക്കും. തകർന്നു വീഴാറായ മേൽക്കൂരയ്ക്ക് താഴെ നരകജീവിതം നയിക്കുന്ന തൊഴിലാളി കുടുംബങ്ങൾ. തേയില പ്രതിസന്ധിയെ തുടർന്ന് 2007 MMJ പ്ലാന്റേഷന്റെ ബോണാമി എസ്റ്റേറ്റ് അടച്ചുപൂട്ടിയത്. 3 ഡിവിഷനുകളിലായി 600-ലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു. ജീവിക്കാൻ മാർഗമില്ലാതെ വന്നതോടെ ഭൂരിഭാഗം പേരും മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറി. എന്നാൽ പോകാൻ മറ്റു വഴികളില്ലാത്ത കുറച്ചു കുടുംബങ്ങൾ ഇപ്പോഴും ഈ തകർന്ന ലയങ്ങളിൽ തുടരുകയാണ്. ഞങ്ങൾ 8-9 പേർ ഒരു കുടുംബത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു വീട്ടിനകത്ത് വീടില്ലാതെ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൂടും. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സ്ഥലം കിട്ടണം. ഞങ്ങൾക്ക് വീട് വേണം. അടിയന്തര സാഹചര്യമുണ്ടായാൽ രോഗികളെ കസേരയിലിരുത്തി ചുമന്നാണ് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രധാന റോഡിലെത്തിക്കുന്നത്. തോട്ടം പൂട്ടിയതോടെ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ആനുകൂല്യങ്ങൾ നൽകാനെന്ന പേരിൽ ഉടമ ഏക്കർ കണക്കിന് തോട്ടഭൂമി മുറിച്ചു വിറ്റെങ്കിലും തൊഴിലാളികൾക്ക് പണമൊന്നും ലഭിച്ചില്ലെന്നാണ് പറയുന്നത്. ഈ കമ്പനിയിൽ ഇത്ര കൊല്ലം ജോലി ചെയ്തിട്ട് പക്ഷെ ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു ഷെഡ് വെച്ച് മാറി താമസിക്കാൻ ഈ കമ്പനി കൊണ്ട് പറ്റിയിട്ടില്ല. പുറം പാറ്റയ്ക്ക് പമ്പും കുണ്ടേശയും നല്ല പിനാമിക്കൊക്കെ ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ കമ്പനിയിലെ MMJ പ്ലാന്റേഷനിലെ ആൾക്കാർ. പക്ഷെ പുള്ളിക്കാരൻ നേരിട്ട് വരുന്നില്ല. തൊഴിലെല്ലാം പിടിച്ച് നിർത്തുന്നുള്ള രീതിയിൽ ഈ മാനേജ്മെന്റോ ഇവരാരും വരുന്നില്ല. ഇത്ര വർഷമായിട്ട് ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഒരു തൊഴിലാളി ജീവിതം ഈ കെട്ടറ ഇടിഞ്ഞ് വീഴുന്നുള്ള രീതിയിലായപ്പോൾ ഞങ്ങളെ കൊണ്ട് ഒരിടത്തിലാക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇതിലായിട്ടുള്ള രീതിയിൽ ചാടിക്കരി ഇവിടെ വന്ന് കേസ് കൊടുക്കും, നിങ്ങളെ പുറത്താക്കും, അങ്ങനെയെന്ന് പറഞ്ഞ് ഭയങ്കര ഗുണ്ടായിസായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പോവുക. പരാതികളും നിവേദനങ്ങളും അനവധി നൽകിയെങ്കിലും മാറി വന്ന സർക്കാരുകളും ഈ തൊഴിലാളി കുടുംബങ്ങളെ അവഗണിച്ചു. കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതിന് മുമ്പ് ലയങ്ങൾ പുനരുദ്ധരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവൻ തന്നെയാകും അതിന് വിലയായി നൽകേണ്ടി വരിക. സുബിൻ തോമസ്, ജനം, ഇടുക്കി.